വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ എന്നിട്ട് വന്നിട്ടുള്ളത് ഗോബി മഞ്ചൂരിയൻ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മൾ സ്വന്തം റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഗോബി മഞ്ചൂരിയൻ ആണ്. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഗോബി ചില്ലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, നമ്മുടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാത്രം നമ്മൾ വെക്കുക കേട്ടോ. ചീനച്ചട്ടിയാണെങ്കിൽ ചീനച്ചട്ടി, അല്ലെങ്കിൽ കടായി ആണെങ്കിൽ കടായി വെക്കുക. അതിലേക്ക് ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ ചോയ്സാണ്. ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാവണം. അപ്പോൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞിട്ടുള്ളത്, ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. ഒക്കെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കുക. ഇപ്പം നമുക്ക് ഈ ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം. ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ. അപ്പം നല്ലപോലെ ആയി വരണം. ഇപ്പം നമ്മുടെ ഇഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞ് വെച്ച വെല്ലുവിളിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ എത്രത്തോളം ക്വാണ്ടിറ്റി കോളിഫ്ലവർ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ ഐറ്റംസ് ഒക്കെ എടുക്കാനായിട്ട്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു ഉള്ളി അങ്ങനെയൊക്കെ എടുക്കേണ്ടി വന്നിട്ടുള്ളൂ. കാരണം നമുക്ക് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഉള്ളി ഒന്ന് നല്ലപോലെ വഴറ്റി കൊടുക്കാം. നല്ലപോലെ വഴണ്ടി വരണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വളരെ കുറച്ച് വെള്ളം മതി. എന്നിട്ട് അതൊന്ന് തിളയ്ക്കണം. ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇട്ടിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടില്ല. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സോസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒരു സ്പൂണ് ചില്ലി സോസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 3 സോസും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ 3 സോസും ഒക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി തളിച്ച് ഒക്കെ ആ ടേസ്റ്റൊക്കെ ആ ഉള്ളിക്കൊക്കെ പിടിച്ച് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ സ്മെല്ലൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഉണ്ടല്ലോ അരിഞ്ഞ് വെച്ചത്, അതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാപ്സിക്കം ഒരുപാട് വേവണമെന്നില്ല കേട്ടോ. നമുക്ക് ഒന്ന് കടിക്കാൻ കിട്ടുന്ന പാകത്തിന് തന്നെ മതി. അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർക്കുന്നത്. പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ചേർക്കൂല കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കളറ് കിട്ടാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ 2 സ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കോൺഫ്ലവർ ഉണ്ടല്ലോ, അത് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സ്പൂണോ 2 സ്പൂണോ കോൺഫ്ലവർ മതി, ഒരു മുയിപ്പ് കിട്ടാനായിട്ട് കേട്ടോ. ഒരുപാടൊന്നും വേണമെന്നില്ല. അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ച ഗോബി ചില്ലിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. നല്ലപോലെ മസാലയൊക്കെ ഒന്ന് ഇതിൽ പിടിക്കണം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പം ഗോബി ചില്ലി ചെയ്തിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അത് തണുത്തു പോകുമല്ലോ. അപ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കഴിക്കാനായിട്ട്. അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഇതുപോലെ ഗോബി മഞ്ചൂരിയൻ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പിലയും പിന്നെ മല്ലിച്ചപ്പും പുതിനയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ ഗോബി മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്കിത് ഇതുപോലെ ആയി കിട്ടും. എന്നിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ടു മൈ ചാനൽ. ബൈ ബൈ.